അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവന്നത് അന്തിമ റിപ്പോർട്ട് അല്ല എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്, പക്ഷേ സ്വാഭാവികമായിട്ടും രാജ്യത്തെയും പുറത്തെയും വ്യോമയാന രംഗത്തെ വിദഗ്ധർ സ്വാഭാവികമായിട്ടും ഈ കണ്ടെത്തലുകളെക്കുറിച്ച്, പ്രാഥമിക വിവരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഈ സ്വിച്ച് ആരെങ്കിലും മാറ്റിയാലല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല എന്നാണ് നിലയെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഈ വിദഗ്ധരെത്തുന്നുണ്ടോ? അവർ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ്? സനീഷ്, തീർച്ചയായും ഇതിൽ ഒരു തരത്തിലുള്ള അട്ടിമറിയും ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് വളരെ സമഗ്രമായി ആ അട്ടിമറി എല്ലാ സാധ്യതകളെയും തള്ളിക്കളയുന്നുണ്ട്. അതുമാത്രമല്ല, പൈലറ്റുമാർ ആരോഗ്യവാന്മാരാണ്, പക്ഷി ഇടിച്ചിട്ടില്ല, വിമാനം പറന്നു വരുമ്പോൾ കാര്യമായ ഭാരം കൃത്യമായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു വിശദീകരണമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനുശേഷമാണ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും സമഗ്രമായ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ വിമാന അപകടത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വിമാനത്തിൻ്റെ ഇന്ധനം എഞ്ചിനിലേക്ക് എത്തേണ്ട ഭാഗത്തു നിന്നുള്ള 2 സ്വിച്ചുകൾ, അതിൽ റൺ ഓഫ് മോഡിലുള്ള സ്വിച്ച് കട്ട് ഓഫ് മോഡിലേക്ക് മാറുന്നു. അതായത് ഇന്ധനം എഞ്ചിനിലേക്ക് എത്തുന്നതിന് തടസ്സമുണ്ടായി എന്നുള്ളതാണ് ഈ അപകട കാരണമായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 എഞ്ചിനുകളും ഓഫായതായും പറയുന്നു. ഈ 2 സ്വിച്ചുകളും കൈകാര്യം ചെയ്യേണ്ടത് പൈലറ്റുമാരാണ്. പൈലറ്റുമാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പോൾ സഹ പൈലറ്റ് പറയുന്നുണ്ട്, ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും സ്വിച്ച് ഓഫ് ചെയ്തതാണ് അപകട കാരണം എന്ന് ഏതാണ്ട് റിപ്പോർട്ടിൽ സമഗ്രമായി പറയുന്നു. പക്ഷേ റിപ്പോർട്ടിൽ ഈ 2 പൈലറ്റുമാരിൽ ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്നോ ആരാണ് ഉത്തരം പറയുന്നതെന്നോ റിപ്പോർട്ടിൽ പറയുന്നില്ല. അത് മാത്രവുമല്ല, ഈ 2 സ്വിച്ചുകളും ഓഫ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നതല്ല 2 സ്വിച്ചുകളും, അത് മാനുവലി ഓഫ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ കാണുന്ന കറുത്ത നിറത്തിലെ സ്വിച്ച് ഒന്ന് ഉയർത്തിയ ശേഷം താഴേക്ക് വലിച്ചിടുകയാണ് വേണ്ടത്. അതായത് നമ്മൾ സാധാരണ ഗിയർ ലിവർ എല്ലാം ഉപയോഗിക്കുന്നത് പോലെ മാനുവലി ഒന്ന് ഉയർത്തിയ ശേഷം താഴേക്ക് വലിച്ചിടണം. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു മനുഷ്യ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് റിപ്പോർട്ടിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ ആരെയും ആരോപണ വിധേയരായി നിർത്തുന്നില്ല. ബോയിങ് കമ്പനിയെയോ എയർ ഇന്ത്യയെയോ 2 പൈലറ്റുമാരെയോ ആരോപണ വിധേയരായി നിർത്തുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായ വലിയ ചർച്ചകൾ വ്യോമയാന രംഗത്തെ ആളുകൾ ഇപ്പോൾ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സാധാരണഗതിയിൽ ഇങ്ങനെ മാനുവലായി സംഭവിക്കേണ്ടത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുകയും അപകടത്തിന് കാരണമാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം ഈ റിപ്പോർട്ടിലില്ല. അതുകൊണ്ടാണ് ഊഹാപോഹങ്ങൾ പരത്തരുതെന്നും ഇനി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ടെന്നും അത് അന്തിമ റിപ്പോർട്ടല്ല എന്നുള്ള കാര്യമായി വിശദീകരണമായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അട്ടിമറിയല്ല എന്നൊരു സ്ഥലത്ത് റിപ്പോർട്ടിൽ സമഗ്രമായി, സമ്പുഷ്ടമായി, അസന്നിഗ്ധമായി പറയുമ്പോഴും ഈ അട്ടിമറി സാധ്യതയെ തള്ളാതെയാണ് റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരുന്നത്. എൻഡ് ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഈ അട്ടിമറി സാധ്യത തള്ളുന്നുമില്ല. അതായത് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഇത് അട്ടിമറിയാണ് എന്ന സൂചന നൽകുന്നുണ്ട്. ഇത് ആരാണ് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അത് ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ആ അപകടത്തിൽ ബോയിങ് ആണോ കുറ്റക്കാരൻ? ബോയിങ്ങിനെ ഒരു തരത്തിലും കുറ്റം പറയുന്ന റിപ്പോർട്ടല്ല പുറത്തു വന്നിട്ടുള്ളത്. ബോയിങ്ങിനെ എയർ ഇന്ത്യയെ കുറ്റം പറയുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന വിശദീകരണമായി ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം രംഗത്ത് വന്നിട്ടുള്ളത്. സനീഷ്, ശരി, നന്ദി ശ്രീജിത്ത്. വിവരങ്ങൾക്ക് പ്രാഥമിക റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ റിപ്പോർട്ട് വന്നപ്പോഴും ചോദ്യങ്ങളാണ് ഉത്തരങ്ങളെക്കാൾ കൂടുതലുള്ളത്.